നേര്യമംഗലത്ത് വാഹനങ്ങൾക്ക് മുകളിൽ മരം മറിഞ്ഞു വീണ് അപകടം. KSRTC ബസ്സും കാറും അപകടത്തിൽപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, ഈ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. കാറിന്റെ ഏറ്റവും പുറകിലിരുന്ന ഒരു ആളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഈ ബാക്കി ആളുകളുടെ മരണവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. 4 പേരാണ് ഈ വാഹനത്തിൽ, ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഒരു ഓൾട്ടോ കാറാണ്. 3 ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിന് പിന്നിലിരുന്ന ഒരാളാണ് മരിച്ചത്. അദ്ദേഹത്തിന് അല്പം പ്രായമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഈ KSRTC ബസിന്റെ മുകളിലേക്ക് കൂടി ഈ മരം വീണിട്ടുണ്ട്. KSRTC ബസ് ഭാഗികമായി തകരുകയാണ് ചെയ്തത്. കാർ പൂർണ്ണമായും തകർന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ KSRTC ബസ് ഭാഗികമായി തകർന്നു. പക്ഷെ KSRTC ബസ്സിലുള്ള ആളുകൾക്ക് വലിയ തോതിലുള്ള പരിക്കുകളും മറ്റും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാറാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ഒരു ഗർഭിണി അടക്കം ഇതിൽ ഉണ്ട് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊരു വ്യക്തതക്കുറവുണ്ട്. കുറച്ചുകൂടി വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഈ സംഭവം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കാരണം അവിടെ നിന്ന് ബസ് എടുത്തു മാറ്റേണ്ടതൊക്കെയുണ്ട്. നേര്യമംഗലം വില്ലാഞ്ചിറയിൽ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ റോഡിനരികിൽ നിന്നിട്ടുള്ള മരം, അത് വലിയൊരു മരമായിരുന്നു. അത് കടപുഴുകി വീഴുകയാണ് ചെയ്തത്. അതിന്റെ കടഭാഗമാണ് ഈ കാറിന്റെ മുകളിലേക്ക് വീണത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാറ് വലിയ തോതിൽ അപകടത്തിൽപ്പെടുകയും അത് തകർന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ രാജകുമാരിയിൽ നിന്ന് വന്ന വാഹനമാണ് ഈ കാർ എന്ന് മനസ്സിലാകുന്നു. അവിടെ ഈ കാറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആളുകളെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. ഈ മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരമല്ലൂർ വില്ലേജ് ചെറുവട്ടൂർ ഭാഗത്തും വീടിന് മുകളിൽ തേക്കുമരം വീണും ഈ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് ഈ മഴയോടനുബന്ധിച്ച് സമാനമായ രീതിയിലുള്ള ചില സംഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഔദ്യോഗികമായ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ശ്രുതി, അശ്വതി, വ്യാപകമായ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനോടൊപ്പം കാറ്റുമുണ്ട്. ഈ കാറ്റിലായിരിക്കുമോ ഈ മരം കടപുഴകി വീഴാനുണ്ടായ ഒരു സാഹചര്യം? തീർച്ചയായും വില്ലാഞ്ചിറ ഭാഗത്ത് മരം കടപുഴകി വീഴുകയാണ് ചെയ്തത്. അത് നിന്നിരുന്ന ഭാഗത്തെ മണ്ണിന് അത്രയും ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട മറ്റു ചില അപകടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇരമല്ലൂർ വില്ലേജ് ചെറുവട്ടൂർ ഭാഗത്തും വീടിന് മുകളിലേക്ക് തേക്കുമരം വീണ അപകടം ഉണ്ടായിട്ടുണ്ട്. കുന്നത്തുനാട് താലൂക്കില് MC റോഡിൽ പുല്ലുവഴി മില്ലുംപടി ബസ് സ്റ്റോപ്പിന് സമീപത്ത് മരം ഒടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് താലൂക്കുകളിലും അപകടങ്ങൾ, ചില ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 25, 26 തീയതികളിൽ, അത് നാളെയും മറ്റന്നാളും ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അപകടമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റും നടത്തുന്നുണ്ട്. ശ്രുതി, വ്യക്തമാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും പരിക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേര്യമംഗലത്ത് വാഹനങ്ങൾക്ക് മുകളിൽ മരം മറിഞ്ഞു വീണ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സംഭവത്തിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു. 3 ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നും അറിയാൻ കഴിയുന്നു. ഒരാൾ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വയോധികനായ ഒരാളാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് അപകടം സംഭവിച്ചത്. ഇപ്പോൾ സമയം